ഗസയിൽ സമാധാനം പുലരുമോ? ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിൽ അത്തരം സൂചനകൾ വന്നിരുന്നു. ഗസയിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥയിൽ ട്രംപ് ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റ് പര്യടനം പൂർത്തിയായതിന് പിന്നാലെ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു റിപ്പോർട്ടും വന്നു. ഗസയിൽ നിന്ന് 10 ലക്ഷത്തോളം പലസ്തീൻകാരെ ലിബിയയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ US ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗസ ഏറ്റെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം വന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരവും പുറത്തു വരുന്നത്. യുദ്ധത്തിൽ തകർന്നുപോയ ലിബിയയിലേക്കാണ് പലസ്തീൻകാരെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ട്. ലിബിയയിലെ ഭരണ നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച ചെയ്തെന്നും അമേരിക്കൻ മാധ്യമമായ ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിനും ഇതിനെക്കുറിച്ച് അറിയാമെന്നാണ് ABC ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ വാർത്ത നിഷേധിച്ച് US-ഉം ലിബിയയും രംഗത്തെത്തി. ഇസ്രായേൽ സർക്കാർ ഇതുവരെ ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല. 2011 ഏകാധിപതിയായ ഗദ്ദാഫിയെ നാറ്റോ പിന്തുണയോടെ വിമതസേന ലിബിയയിൽ പുറത്താക്കിയിരുന്നു. തുടർന്ന് ലിബിയ വലിയ ആഭ്യന്തര സംഘർഷമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബില്യൺ കണക്കിന് ഡോളർ വരുന്ന ഫണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് വിട്ടുകൊടുക്കണമെങ്കിൽ പലസ്തീൻകാരെ ലിബിയ സ്വീകരിക്കണമെന്നാണ് US മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെയൊരു പദ്ധതിയില്ലെന്നും വാർത്ത വ്യാജമാണെന്നും US ഭരണകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പലസ്തീൻകാരെ ലിബിയയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള യാതൊരു ചർച്ചകളെക്കുറിച്ചും അറിയില്ലെന്ന് ഹമാസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ബാസേം നെയ്യും പറഞ്ഞു. പലസ്തീൻകാരുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത് പലസ്തീൻകാർ തന്നെയാണെന്നും ബാസേം നെയ്യും പറഞ്ഞു. അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ US-ഉം ലിബിയയും ചർച്ച നടത്തിയിട്ടില്ലെന്ന് ലിബിയൻ സർക്കാരും അറിയിച്ചു. 2ാം വട്ടം അധികാരത്തിലെത്തിയത് മുതൽ ഗസയിലെ പലസ്തീൻകാരെ ഈജിപ്റ്റ്, ജോർദാൻ പോലുള്ള അയൽ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളും പലസ്തീൻ നേതാക്കളും അത് തള്ളിയിരുന്നു. ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം US ഏറ്റെടുക്കണമെന്ന് ഫെബ്രുവരിയിൽ ട്രംപ് പറഞ്ഞിരുന്നു. അവിടെ താമസിക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന പലസ്തീൻകാരെ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. അടുത്തിടെ US-ൽ നിന്ന് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൻ്റെ ഭാഗമായി ലിബിയയിലേക്ക് കയറ്റിവിടാൻ ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരുന്നു. ഒരു സംഘം കുടിയേറ്റക്കാരെ കയറ്റി അയക്കാനുള്ള നീക്കം ഫെഡറൽ ജഡ്ജി ഈ മാസം തടയുകയും ചെയ്തു. അതിനിടെ പലസ്തീൻ ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും തള്ളുന്നതായി സൗദി അറേബ്യ വ്യക്തമാക്കി. ബാഗ്ദാദിലെ അറബ് ലീഗ് യോഗത്തിലാണ് സൗദി നിലപാട് ആവർത്തിച്ചത്. സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതാണ് ഇസ്രായേലുമായുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള ഏക മാർഗമെന്നും സൗദി അറേബ്യ യോഗത്തിൽ വ്യക്തമാക്കി. ഇറാഖിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ ഇറാൻ ആണവ ചർച്ചകളും സിറിയയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രധാന ചർച്ചയായി വരുന്നുണ്ട്.